ധന്യ, ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് പങ്കെടുക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു അനൗദ്യോഗിക കൂടിക്കാഴ്ച അതുമായിട്ട് ഈ സമ്മേളനത്തിൻ്റെ സൈഡ് ലൈനായിട്ട് കണ്ടിരുന്നു. രണ്ട് നേതാക്കളും എന്താണ് സംസാരിച്ചത്? അതായത് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്രപരമായ ബന്ധങ്ങളും സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് അവർ കടക്കുകയാണ്. അത്തരമൊരു അതായത് ചൈന, ഇന്ത്യ, റഷ്യ 3 രാജ്യങ്ങളും കൂടി ചേർന്നുള്ള ഒരു കൂട്ടായ്മയിലേക്ക്, സഹകരണ വികസന കൂട്ടായ്മയിലേക്ക് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഈ ഓഗസ്റ്റ് 31-ാം തീയതി പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തി. രാജകീയമായ സ്വീകരണമാണ് ചൈന പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരുന്നത്. 2020 ശേഷം 2020 കഴിഞ്ഞ് പിന്നെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോയിട്ടില്ല. അതിനുശേഷമാണ് 7 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തി നേരിട്ട് ക്ഷണിച്ച് അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് എത്തുന്നത്. ചൈനയുടെ വരവേൽപ്പ് നമ്മളൊക്കെ കണ്ടതാണ്. അത് ലോകം മുഴുവൻ ശ്രദ്ധ നേടി. സൈബർ ഇടങ്ങളിൽ വൈറലുമാണ് ചൈനയുടെ ഇത്തരം ഈ പ്രധാനമന്ത്രിയെ രാജാവിനെ പോലെ സ്വീകരിച്ചതൊക്കെ. അത് കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും എന്തായിരിക്കും കൂടിക്കാഴ്ചയിൽ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാൻ സാധ്യതയുള്ളത് എന്നുള്ള ചർച്ചയായി ലോകം മുഴുവൻ. ആ കൂടിക്കാഴ്ച നടന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നത് മത്സര മനോഭാവം എന്നുള്ള ചിന്താഗതി നമുക്ക് മാറ്റിവെക്കാം, ഒരു സഹകരണ പങ്കാളിത്തത്തോടെ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എന്നാണ് ചൈന ഇന്ത്യയോട് പറഞ്ഞത്. അപ്പോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് വികസനപരമായ കൂടുതൽ കാര്യങ്ങളിലും സൗഹൃദപരമായ കൂടുതൽ കാര്യങ്ങളിലും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ് ചൈന സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, സൗഹൃദം മാത്രം പോരാ, സൗഹൃദവും വിശ്വാസവും കൂടെ വികസനവും ഉള്ള ഒരു നിലപാടാണ് നമുക്ക് വേണ്ടത്. മത്സര മനോഭാവം മാറ്റി നിർത്തിക്കൊണ്ട്, കൂടെ നിന്ന് കാല് വാരുന്ന മനോഭാവം മാറ്റിക്കൊണ്ട്, മുന്നത്തെ പോലെയുള്ള സംഘർഷാവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒരു മനോഭാവം മാറ്റിക്കൊണ്ട് നമുക്ക് സൗഹൃദത്തോടെയും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് ഒരു സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുന്ന, സഹകരണ മനോഭാവമുള്ള സുഹൃത്തുക്കളായി മുന്നോട്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിക്കാം എന്ന നരേന്ദ്രമോദി കൃത്യമായ നിലപാട് ചൈനയോട് അറിയിച്ചു. ചൈനയും അതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അത് തൃപ്തിയാണ്, ഞങ്ങളും നരേന്ദ്രമോദിയുടെ ആ നിലപാടിനെ അംഗീകരിക്കുന്നു എന്നുള്ള തീരുമാനം ചൈനയും എടുത്തു. മാത്രമല്ല, ഈ വ്യാപാര കമ്മി കുറയ്ക്കുന്നതിൽ ഇന്ത്യക്ക് പിന്തുണ നൽകുക കൂടി ചൈന ചെയ്യാമെന്നുള്ള നിലപാട് ചൈന സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ചൈന ഇന്ത്യയോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നേരത്തെ ഈ ഗാൻവാങ് താഴ്വരയിലൊക്കെ ഈ സംഘർഷം ഉണ്ടായിരുന്നു, അതിർത്തി പ്രദേശങ്ങളിലുള്ള സംഘർഷം. അവിടെ സംഘർഷത്തിന് ശേഷം ചൈന പട്ടാളക്കാരെ വിന്യസിച്ചിരുന്നു, ചൈനീസ് പട്ടാളക്കാരെ. ചൈനീസ് മുഴുവൻ ഈ പ്രധാനമന്ത്രി ചൈനയിൽ എത്തും മുമ്പേ തന്നെ ചൈന അവിടെ നിന്ന് മാറ്റിയിരുന്നു, മുഴുവൻ പട്ടാളക്കാരെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ, ഇനി അതിർത്തിയിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സംഘർഷവും ഇന്ത്യക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിയന്ത്രണങ്ങൾ വരുത്തിയിരുന്ന ഞങ്ങളുടെ ചൈനീസ് സാധനങ്ങൾക്കൊക്കെ വരുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്ക് കഴിവതും ഒഴിവാക്കി തരണം എന്നുള്ളൊരു അഭ്യർത്ഥന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറഞ്ഞിരുന്നു. അപ്പോൾ മോദി തീർച്ചയായിട്ടും അത്തരം നിയന്ത്രണങ്ങൾ ഒഴിവാക്കി തരാം എന്നുള്ള ഒരു നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചു. അതായത് ഈ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ, അതായത് അമേരിക്ക പോലും വിലക്കാൻ മടിച്ച ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഇന്ത്യ ചൈനയുടെ നിരോധിച്ചിരുന്നു. മാത്രമല്ല, ചൈനയിൽ നിന്ന് വരുന്ന വിമാനങ്ങൾ റദ്ദ് ചെയ്തിരുന്നു. ചൈനയിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് കടുത്ത ഡിമാൻഡുകൾ ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്നു. അതൊക്കെ അത് ഒഴിവാക്കി കൊടുക്കുന്ന തലത്തിലേക്ക് ഇന്ത്യ പോകുമെന്ന് പറഞ്ഞു. മാത്രമല്ല, റെയർ എർത്ത് മൂലകങ്ങൾ അത് ഇന്ത്യക്ക് കൂടി നൽകിക്കൊണ്ട് ഒരു സഹകരണ മനോഭാവം സൃഷ്ടിക്കണമെന്ന് ഇന്ത്യ ചൈനയോട് അഭ്യർത്ഥിച്ചു. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ ചൈന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ മൂലകങ്ങൾ, റെയർ എർത്ത് മൂലകങ്ങൾ, വളം, ടണൽ ബോറിംഗ് മെഷീനുകൾ, അങ്ങനെ തന്ത്രപ്രധാനമായ കാര്യങ്ങളിലൊക്കെ ചൈന ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇത് ആകെക്കൂടി ഇത്തരത്തിൽ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം വലിയ രീതിയിൽ മെച്ചപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അത് വലിയ ശക്തി പ്രാപിക്കുമ്പോൾ തകർന്ന് തരിപ്പണമാവുന്നത് അമേരിക്കയാണ്. പണ്ട് അമേരിക്ക എന്തെങ്കിലും ഉപരോധം ഏർപ്പെടുത്തിയാൽ ആ രാജ്യങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ല എന്നാണ്
ലോകരാജ്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ വിധേയത്വവും ബഹുമാനവും ഒക്കെ എപ്പോഴും അമേരിക്ക പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് പിന്നെ നട്ടല് വളയ്ക്കുന്ന രാജ്യങ്ങളെയൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഈ താരിഫുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് മേൽ അത്തരം ഒരു വലിയ രീതിയിലുള്ള താരിഫ്, വ്യക്തിപരമായ പകയുടെ പുറത്തൊരു താരിഫ് കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു, എത്രയൊക്കെ താരിഫ് അമേരിക്ക ഞങ്ങൾക്ക് മേൽ ഉണ്ടാക്കിയാലും 1 ഇഞ്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് 1 ഇഞ്ച് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ആ നിലപാട് തൽക്കാലം പിൻവലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല. ഇന്ത്യയുടെ ആ നിലപാട് മറ്റ് രാജ്യങ്ങളെ പോലും ഞെട്ടിച്ചു എന്നുള്ളതാണ്. കാരണം ലോക പോലീസായി അറിയപ്പെട്ടിരുന്ന അമേരിക്കയുടെ നടുവൊടിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. പകരച്ചുങ്കം ഏർപ്പെടുത്തിയാലും ഇന്ത്യ തളരില്ല എന്ന വ്യക്തമായ തീരുമാനം തന്നെയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഇന്ത്യ മറ്റ് വിപണികൾ കണ്ടെത്താൻ തുടങ്ങി. അതിൽ 140 കോടി ജനങ്ങളുള്ള ചൈനയെ ആദ്യം ചേർത്ത് പിടിക്കുന്നു, പിന്നീട് റഷ്യയെ ചേർത്ത് പിടിക്കുന്നു, പിന്നീട് ബ്രിക്സ് കൂട്ടായ്മയെ മുഴുവൻ രാജ്യങ്ങളെയും ഇന്ത്യ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു. ജപ്പാനിൽ പോകുന്നു. ജപ്പാനിൽ പോയി ഇന്ത്യ ബിസിനസ് കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ വികസനത്തിന്റെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിപണികളെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ ബുള്ളറ്റ് ട്രെയിൻ അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. അപ്പോൾ ഈ പകരച്ചുങ്കം നമ്മളെ കുറെ പ്രതിസന്ധിയിലാക്കും എന്നുള്ള കാര്യം സംശയം ഇല്ല. തുണിത്തരങ്ങളുടെയും ഈ ചെമ്മീൻ കയറ്റുമതിയുടെയും മറ്റ് വസ്തുക്കളുടെ ഒക്കെ കാര്യത്തിൽ ഈ ഫാർമസ്യൂട്ടിക്കലും ഇലക്ട്രിക്കലും ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിലും തീരുവയുണ്ടല്ലോ അമേരിക്കയുടെ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് പ്രതിസന്ധി നേരിടാം, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും ആ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ ചിന്തിക്കുന്നത്. ഇപ്പൊ GDP ഒക്കെ ആണെങ്കിൽ ഏപ്രിൽ ജൂൺ വരെ ഉള്ളത് 7.8% ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനം. ഇന്ത്യ 6.7% മാത്രമേ ഉണ്ടാകൂ എന്ന് വിചാരിച്ചിടത്താണ് 7.8% ഇനി നമ്മൾ അടുത്ത GDP നമ്മൾ ഉദ്ദേശിക്കുന്നത് 6.7%. അത് ചിലപ്പോൾ ഈ പകരച്ചുങ്കത്തിന്റെ പുറത്ത് ഒരുപക്ഷെ 6.2% മാറാനുള്ള സാധ്യതയുണ്ട്. അത്ര മാത്രമേ നമുക്കൊരു തിരിച്ചടിയായി കിട്ടുന്നുള്ളൂ. പിന്നെ മറ്റു രാജ്യങ്ങൾ നമ്മൾ വിപണി കണ്ടെത്തുമ്പോൾ ആദ്യം സ്വീകരിക്കുന്നത് പോലെ ഒരു സ്വീകാര്യത, അമേരിക്കൻ വിപണിയിലെ ഇന്ത്യൻ മാർക്കറ്റിന് ഒരു സ്വീകാര്യത കിട്ടുന്നത് പോലെ മറ്റു വിപണികളിൽ ഒരുപക്ഷെ നമുക്കൊരു സ്വീകാര്യത കിട്ടുന്നത് കുറവായിരിക്കും. ആ സ്വീകാര്യത ഉറപ്പിച്ചെടുക്കാൻ കുറച്ച് കാലതാമസങ്ങൾ എടുക്കും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ തൊഴിൽ, ഈ ചെമ്മീൻ സമുദ്രോൽപാദന മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരും ഈ ടെക്സ്റ്റൈൽസ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെയും കേന്ദ്ര സർക്കാർ പറയുന്നത് നിങ്ങൾ സ്വദേശീവൽക്കരണം ആരംഭിക്കണം. പ്രത്യേകിച്ച് ഈ തുണിത്തര മേഖലകളിലൊക്കെ ഇപ്പോൾ കിറ്റെക്സ് ഉൾപ്പെടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മെട്രോ സ്റ്റേഷനുകളിൽ അവരുടെ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ലോകോത്തര ബ്രാൻഡ് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്വദേശീവൽക്കരണം, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു രീതി നമ്മൾ അവലംബിച്ചാൽ ഇത്തരത്തിൽ നമ്മളെ ദ്രോഹിക്കാൻ എത്തുന്ന രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരു അവസരം കിട്ടും. പിന്നെ നമ്മളെ ഈ വ്യവസായത്തിന്റെ പേരിലോ ചുങ്കത്തിന്റെ പേരിലോ നമ്മളെ തകർക്കാൻ രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളൊരു ഉറച്ച നിലപാട് ഇന്ത്യ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 40ഓളം വിപണികൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും ചൈന ഇന്ത്യയോട് പറഞ്ഞ സഹകരണ മനോഭാവം അല്ലെങ്കിൽ ഇന്ത്യ ചൈനയോട് പറഞ്ഞ വികസന സഹകരണ മനോഭാവം അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇന്ത്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് റഷ്യയും കൂടെ ചേരുമ്പോൾ മറ്റൊരു പുതിയ യുഗം വ്യവസായ മേഖലകളിൽ തുറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.